ഇന്ന് നമ്മുടെ വൈപ്പിൻകരയിലെ ശോചനീയാവസ്ഥ റോഡ് കാണിക്കുന്നത് നമ്മുടെ ഓച്ചന്തുരത്ത് വളപ്പിലുള്ള കാർമൽ സ്കൂൾ റോഡാണ്. ഇത് ഏകദേശം ഒരു 10-15 വർഷമായി ഇതേപോലെ തന്നെ കിടക്കുന്നത്. മാറി മാറി വന്ന മെമ്പർമാർ ഇതിലെ ഒരു പണി നടത്തിയിട്ടില്ല. ഇത് ഏകദേശം തെക്കേറ്റം മറ്റേ സുകുമാരൻ ഡോക്ടറിൻ്റെ ആ വഴിയിലെത്തും, ഈ വഴി. പിന്നെ ഭജനമഠം പിന്നെ കാർമൽ കോൺവെന്റ്, ഇപ്പോഴത്തെ ഈ റോഡിനറിയപ്പെടുന്ന കാർമൽ റോഡെന്നാണ്, കാർമൽ സ്കൂൾ റോഡ്. ഈ റോഡിൻ്റെ അവസ്ഥ റോഡ് ആനയുടെ മുതുമാതിരി പണിത് വെള്ളം കുത്തി വീണ് റോഡിൻ്റെ അവസ്ഥ വളരെ മോശം. അതിന് 15 കൊല്ലമായിട്ട് പണിതിട്ടില്ല. കാർമൽ സ്കൂളിലോട്ട് കാർമൽ കോൺവെന്റ്, ദണ്ഡായുധപാണി ക്ഷേത്രം, അതിലേക്കൊക്കെ വരാവുന്ന ഒരു വഴിയാണ്. ഉടുപ്പശ്ശേരി ഭദ്രകാളി ക്ഷേത്രം, കാർമൽ സ്കൂള് അല്ല. അപ്പം ഇതിലേക്കൊക്കെ വന്നൊരു റോഡാണ്. പക്ഷെ ഇതിൻ്റെ റോഡിൻ്റെ തകരാറ് പരിഹരിക്കുകയാണ്. ഈ 10-15 കൊല്ലമായിട്ട് മാറി വന്നായിട്ടും പറ്റിയിട്ടില്ല. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കണത് നമ്മുടെ ഒരേ കക്ഷിയാണ്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കണത് ഒരേ കക്ഷിയാണ്, ഗ്രാമപഞ്ചായത്ത് ഭരിക്കണ ഒരേ കക്ഷിയാണ്. പക്ഷെ ഈ റോഡിൻ്റെ ശാപമോട്ടം മാറ്റാൻ ഇവർക്ക് ആയിരിക്കും പറ്റണില്ല. കാരണം ഇതിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. ഇവിടെയുള്ള ആൾക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ആൾക്കാരാണ്. ഇവർ ആ സമയമാകുമ്പോൾ പോയി വോട്ട് ചെയ്യും. ഈ കുഴികളൊക്കെ ഈ പരിസരത്ത് കിടക്കണ ഒരു 1.25 കിലോമീറ്റർ 2 കിലോമീറ്റർ കിടക്കുന്ന ആൾക്കാർ സ്വന്തം ഇത് നന്നാക്കാനുള്ള നടപടി കാർമൽ സ്കൂളാണ്. അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു, യോഗങ്ങളൊക്കെ കൂടി ഏതെങ്കിലും ഒരു ഫണ്ട് അത് ഉപയോഗിച്ച് ഈ റോഡ് ഒന്ന് ചെയ്യാം. കയ്യിലിടുന്നതായിരിക്കും നല്ലത്. കാരണം ഈ മുകളിൽ മഴ പെയ്യുമ്പോൾ ഈറ കുത്തി വീണ് ഈ റോഡ് നശിച്ചു കൊണ്ട് കയ്യിലിട്ടാൽ കുറച്ചുകൂടി കുറേ നാളും കൂടി നിൽക്കും. സ്ഥിതിയാണ് ഇത്. നമ്മുടെ വൈപ്പിൻകരയിലെ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ശോചനീയാവസ്ഥമായിട്ടുള്ള റോഡാണ്. രാഷ്ട്രീയമായിട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലെത്തിക്കുന്നത് ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോകളും നമ്മുടെ നാടിൻ്റെ ദുരവസ്ഥയും ഇങ്ങനെ നമ്മൾ ഓട്ടം പോകുമ്പോൾ അവിടെ നിന്നൊക്കെ എടുത്ത് നമ്മൾ സ്വയം ഒരു മീഡിയയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ വിമർശനമാണ് നമുക്ക് പ്രോത്സാഹനം. നിങ്ങൾ വിമർശിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോത്സാഹനം തരിക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. സന്തോഷ് തേരോത്ത് ഫ്രം വൈപ്പിൻ എന്ന യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്. ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി നമ്മുടെ വൈപ്പിൻ തേരുന്ന ഓരോ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരും. അതുവരെ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും വേണ്ടി വെയിറ്റ് ചെയ്യും.